السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരണങ്ങളുടെയും വെളിച്ചത്തിലുള്ള ഏതാനും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അല്ലാഹു മഹാന്മാരായ അമ്പിയാക്കളുടെ പാത, ആ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന, അവരെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ ക്ഷമയുടെയും സഹനത്തിന്റെയും വിഷയത്തിൽ ഏറെ പ്രസിദ്ധനായി അറിയപ്പെടുന്ന മഹാനായ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിട്ടാണ് അയ്യൂബ് അലൈഹിസ്സലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ ഇസ്ഹാഖ് നബിയുടെയും പുത്രൻ ഈസ് എന്ന് പറയുന്ന ആ മകന്റെ സന്തതി പരമ്പരകളിൽ നിന്നാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം വന്നിട്ടുള്ളത് എന്നതിലേക്കുള്ള സൂചന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൽ കാണാം. വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരകളെ കുറിച്ച് പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്താണ് അയ്യൂബ് നബി അലൈഹിസ്സലാം ആ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രബോധന വശങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരണങ്ങളോ ഒന്നും തന്നെ പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരണങ്ങളിലോ വന്നിട്ടില്ല. ഈ പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ഇത്രത്തോളം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത ഒരു പ്രവാചകൻ, ലോകത്തിന് മുഴുവൻ ഖിയാമത്ത് നാൾ വരെ എല്ലാവർക്കും സഹനത്തിന്റെയും ക്ഷമയുടെയും ഏറ്റവും വലിയ രൂപത്തിലുള്ള ആശ്വാസം ഒരു മനുഷ്യൻ എങ്ങനെ സഹിക്കണം, എങ്ങനെ ക്ഷമിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന മഹാനായ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് എല്ലാ നിലക്കും അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. നല്ല സമ്പന്നനായിരുന്ന ധനാഢ്യനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം.
ധാരാളക്കണക്കിന് ആടുമാടൊട്ടകങ്ങളും അതുപോലെയുള്ള കാലിസമ്പത്തും മറ്റുള്ള എല്ലാ നിലക്കുള്ള സമ്പാദ്യങ്ങളും ഒത്തുതികഞ്ഞ ഒരു ധനാഢ്യൻ, നല്ല നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ധാരാളം മക്കളുണ്ടായിരുന്നു പ്രവാചകൻ. അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും ബന്ധുക്കളുമൊക്കെയായിട്ട് ഒരുപാട് ആളുകൾ കൂടെയുണ്ടായിരുന്ന വ്യക്തിത്വം. ആ മഹാനായ പ്രവാചകന് അള്ളാഹുവിന്റെ പരീക്ഷണം അടിക്കടി ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് ഓരോന്നോരോന്നായിക്കൊണ്ട് നശിച്ചു പോവുകയാണ്. സാമ്പത്തിക രംഗത്തുള്ള കടുത്ത പരീക്ഷണത്തിന് വിധേയനായി ഒന്നുമില്ലാത്ത ദരിദ്രനായി അയ്യൂബ് നബി അലൈഹിസ്സലാം മാറി. സമ്പത്തൊക്കെ നശിച്ചു. തീർന്നില്ല, ആരോഗ്യമുള്ള തന്റെ ചുറുചുറുക്കുള്ള മക്കൾ ഓരോന്നോരോന്നായിക്കൊണ്ട് മരിച്ചു പോവുകയാണ്. മക്കളുടെ മരണം, ബന്ധപ്പെട്ടവരുടെ മരണം, അത് മുഖേനയും മഹാനവറുകൾ പരീക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ടും തീർന്നില്ല, ആരോഗ്യമുണ്ടായിരുന്ന തന്റെ ശരീരത്തിന് രോഗം ബാധിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ മഹാനുഭാവൻ തളർന്നു. രോഗം, അതികഠിനമായ രോഗം അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കി. ആ പ്രയാസങ്ങളെല്ലാം ഉണ്ടായപ്പോഴും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഒരു പരാതിയുടെ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയായി അള്ളാഹു തആല എടുത്തു പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പരീക്ഷണം മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ ونقص من الأموال والأنفس والثمرات فبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിലൂടെ അല്ലാഹു വിശദീകരിച്ചതാണ്, വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം നൽകിക്കൊണ്ട് പരീക്ഷിക്കും. നിങ്ങൾക്ക് പേടി തോന്നും, നിങ്ങളുടെ നിർഭയത്വം പോയിട്ട് നിങ്ങൾക്ക് ഭയമുള്ള അവസ്ഥ വന്നുകൊണ്ട് പരീക്ഷിക്കും. അതുപോലെ തന്നെ വിശപ്പ്, ദാരിദ്ര്യം, സാമ്പത്തിക രംഗത്തുള്ള നഷ്ടം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, കമ്മി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വല്ലംഫുസി, ദേഹങ്ങളുടെ നഷ്ടങ്ങളെ കൊണ്ടും, അഥവാ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവര്, ബന്ധപ്പെട്ടവര് അവരൊക്കെ നിങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയി, നിങ്ങൾക്ക് വിഷമവും പ്രയാസവും ഉണ്ടാകുന്ന നിലക്ക്, നിങ്ങളുടെ മനസ്സിനെ അത് വല്ലാതെ പിടിച്ചുലക്കുന്ന നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായേക്കും. വസ്സമറാത്ത്, കാർഷികോൽപ്പന്നങ്ങളിലും ഉൽപ്പന്നങ്ങളിലുമുള്ള കമ്മി മുഖേനയും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. അല്ലാഹു പറയാണ്, മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങളെ ഈ രൂപത്തിലൊക്കെ പരീക്ഷിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമകേട് കാണിക്കരുത്, നന്ദികേടിന്റെ വാക്ക് പറയരുത്, നിരാശയുടെ വാക്കുകൾ പറയരുത്, ക്ഷമകേടിന്റെയും വെറുപ്പിന്റെയും നിന്ദതയുടെയും വാക്കുകൾ ഉച്ചരിച്ചു പോകരുത്. മറിച്ച് നിങ്ങൾ സഹിക്കണം, നിങ്ങൾ ക്ഷമിക്കണം. ആ ക്ഷമാലുക്കളോട് നബിയെ അവർക്ക് കിട്ടാൻ പോകുന്ന സന്തോഷ വാർത്തയൊന്ന് പറഞ്ഞു കൊടുക്കണം. ആരാണവർ? അല്ലദീന ഇദാ സാബത്തുഹും മുസീബ, അവർക്ക് വല്ല ആപത്തും ബാധിച്ചു കഴിഞ്ഞാൽ ഖാലൂ, അവരിങ്ങനെ പറയുന്നവരാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെയും അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന് ഞങ്ങളിൽ എന്ത് വിധിക്കാനും അധികാരമുണ്ട്. അവന്റെ സൃഷ്ടിയാണ് ഞങ്ങൾ, അവന്റെ അടിമകളാണ് ഞങ്ങൾ. ആ റബ്ബിന് ഞങ്ങളിൽ എന്ത് വിധിക്കാനും തീരുമാനിക്കാനും അധികാരമുള്ളവനാണ്. അവൻ എന്ത് ചെയ്യുന്നുവെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടാതെ, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അല്ലാഹ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദ്യമില്ല, മറിച്ച് ചോദ്യങ്ങളൊക്കെയും നമ്മോടാണ് വരുന്നത്. അത് ഉറച്ചു വിശ്വസിക്കേണ്ടവനാണ് മുസ്ലിം. അങ്ങനെ ആ നിലക്ക് ഒരു വെറുപ്പും ഒരു രൂപത്തിലുള്ള നിരാശയുടെ വാക്കുകളും പറയാതെ
റബ്ബേ ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണ്, നിനക്കവകാശപ്പെട്ടവരാണ്, നിന്റേതാണ് റബ്ബേ ഞങ്ങൾ, നീ ഞങ്ങളുടെ ഉടമയാണ്, ഞങ്ങൾ നിന്റെ അടിമകളാണ്. ഇന്നാലില്ലാ, ഞങ്ങളിൽ എന്ത് തീരുമാനമെടുക്കാനും നീ അധികാരമുള്ളവനാണ്, നീ പവറുള്ളവനാണ്, നീ അതിന് അർഹതപ്പെട്ടവനാണ്, നിനക്കതിന് അവകാശമുണ്ട്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അവങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരുമാണ്. ആ അർത്ഥത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവരാരോ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കൂ പ്രവാചകരെ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഗുണങ്ങളുള്ളത്, അവർക്കാണ് അല്ലാഹ് റഹ്മത്ത് ചൊരിയുന്നത്, അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബ് പ്രഖ്യാപിക്കുകയാണ്. ഇത് സമൂഹത്തോട് പഠിപ്പിക്കൂ നബിയെ, സുവിശേഷം അറിയിക്കൂ പ്രവാചകരെ. ആലോചിച്ചു നോക്കണം, അതിന്റെ അക്ഷരാർത്ഥത്തിൽ അത് പാലിച്ചൊരു മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാം. എല്ലാ അർത്ഥത്തിലും പരീക്ഷിക്കപ്പെട്ടു സഹോദരങ്ങളെ. ഇനി ഇതിലപ്പുറം ഒരു പരീക്ഷണം ഇല്ല എന്ന് പറയാം. അത്ര കഠിനമായ പരീക്ഷണത്തിന് മഹാനവറുകൾ വിധേയനായി. വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ പരീക്ഷണങ്ങളും മഹാനവറുകൾക്കുണ്ടായി, എല്ലാ പരീക്ഷണവും ഉണ്ടായി. ശാരീരികമായിട്ട് രോഗം, കുടുംബങ്ങളുടെ മരണം, മക്കളുടെ തിരോധാനം, സമ്പത്തിന്റെ നഷ്ടം, എല്ലാം നശിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മഹാനവറുകൾ അങ്ങോട്ട് മാറിയപ്പോഴും നന്ദികേടിന്റെ നിരാശയുടെ ഒരു വാക്ക് പോലും ആ നാവിൽ നിന്ന് വന്നില്ല. എന്തൊരു അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സബ്ർ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പറയാനും എഴുതാനും എളുപ്പമുള്ള ഒരാശയമാണ് സബ്ർ. പറയാൻ എളുപ്പം, ക്ഷമ, എഴുതാൻ എളുപ്പം. പക്ഷേ ഒരാളോട് ഉപദേശിക്കാൻ എളുപ്പം. അവരവരുടെ കാര്യത്തിൽ എത്തുമ്പോൾ ആ മേഖലയിൽ പതറി വീഴാതിരിക്കാൻ നമ്മൾ റബ്ബിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, ഒരാളോട് പറയാൻ പറ്റും, എനിക്കെന്റെ പ്രശ്നം വരുമ്പോൾ എന്റെ നാഥൻ എനിക്ക് വിധിച്ചതാണെന്ന ധാരണയോടുകൂടി മരണം വരെ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് കിട്ടുക എന്നത് അള്ളാഹു നൽകുന്ന ഫളലാണ്. ആ ഫളലിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരണേ എന്ന് റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും അള്ളാഹിനോട് ചോദിക്കുന്നില്ലേ, അല്ലാഹ് താങ്ങാനാവാത്തതൊന്നും തരരുതേ, താങ്ങാനാവാത്തതൊന്നും തരരുതേ, സഹിക്കാനാവാത്തതൊന്നും തരരുത് റബ്ബേ എന്ന് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നു. അത് ചോദിക്കാം, വിരോധമൊന്നുമില്ല. വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി, ഞങ്ങൾക്ക് താക്കത്തില്ലാത്തത്, ഞങ്ങൾക്ക് താങ്ങാൻ കഴിവില്ലാത്തത് നീ വഹിപ്പിക്കരുത് റബ്ബേ. ചോദിക്കാം, മുഅ്മിനീങ്ങൾ ചോദിച്ചു, ചോദിക്കാം, വിരോധമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു തആല ഏതെങ്കിലും നിലക്കൊരു പരീക്ഷണം തന്നാൽ അവിടെ പിന്നെ പതറിപ്പോകാതെ ക്ഷമിച്ച് പിടിച്ചു നിൽക്കലാണ് ആ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ ആളുകൾ പതറിപ്പോകുന്നു, അവനവന്റെ കാര്യമെത്തുമ്പോ അവസാനം ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നോർത്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് അവർ പോകുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടും അങ്ങനെ വേണ്ടിയിട്ടൊന്നുമല്ല പലപ്പോഴും ആത്മഹത്യ ചെയ്യാറുള്ളത്. സഹിക്കവയ്യാതാകുമ്പോ ചിലപ്പോൾ ചെയ്തു പോവുകയാണ്. എന്താ കാരണം? സഹിക്കാൻ കഴിയുന്നില്ല. അതൊരു വല്ലാത്ത കഴിവാണ്, ഒരു പവറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ വിചാരിച്ചു പോകരുത് അല്ലാഹു എന്നെ നിന്ദിക്കുകയാണോ, അല്ലാഹു എന്നെ കൈവിട്ടതാണോ. ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ. ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് ആരായിരിക്കും? അംബിയാക്കളായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അമ്പിയാക്കളാണ്. കാരണം അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുപ്പം ആർക്കാണോ അവരാണ് ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയരാകുന്നത്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അവരോട് ഏറ്റവും അടുത്ത ശ്രേഷ്ഠ പദവിയിലുള്ളവരാരോ അവർ കൂടുതൽ പരീക്ഷിക്കപ്പെടും. പിന്നീട് അവരോട് ഏറ്റവും കൂടുതൽ പദവിയോടടുത്തവരാരോ അവര് പരീക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ദീനിൽ എത്രത്തോളം കട്ടിയുണ്ടോ, ആദർശത്തിൽ എത്രത്തോളം അവന് കടുപ്പമുണ്ടോ, അത്രത്തോളം പരീക്ഷണങ്ങൾ റബ്ബ് അവന് കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു.
അതെന്തിനാണെന്നറിയോ? എന്തെങ്കിലും നിലക്കൊരു പരീക്ഷണം അഥവാ റബ്ബിന്റെ ഖദാ കൊണ്ട് വന്നാൽ സഹിക്കാൻ വേണ്ടിയുള്ള ഒരു ആവേശത്തിന്റെ വചനങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബുഹു മിൻഹു. ആരെക്കൊണ്ടെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അല്ലാഹു നന്മ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, യുസിബു മിൻഹു, ആ വ്യക്തിക്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള മുസീബത്ത് കിട്ടിക്കൊണ്ടിരിക്കും. പരീക്ഷണങ്ങൾ വരികയാണ്, ആപത്തുകൾ വരികയാണ്. അടിക്കടി പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ റബ്ബേ നീ എന്നെ കൈവിട്ടതെന്തേ, നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്തേ, ഞാൻ എന്തിനീ ഭൂമിയിൽ ജനിച്ചുപോയി, ഞാൻ എന്റെ ഈ ഭൂമിയിലേക്ക് വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള വാക്കുകളൊന്നും മനുഷ്യന്റെ നാവിൽ നിന്ന് വരാതെ അല്ലാഹുവേ എന്ത് തീരുമാനം നീ എന്നിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഇന്നാലില്ലാ, ഞങ്ങളൊക്കെയും നിന്റെതാണ്, നിനക്കെന്തും ഞങ്ങളിൽ നടപ്പിലാക്കാനുള്ള അധികാരമുള്ളവനാണ്, പവറുള്ളവനാണ്, കഴിവുള്ളവനാണ്, ഞാനത് അംഗീകരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് സർവാത്മനാ അതിന്റെ മുമ്പിൽ വിനീതനാകാനും റബ്ബിനെ ചോദ്യം ചെയ്യാതിരിക്കാനും വെറുപ്പിന്റെയും നന്ദികേടിന്റെയും അതുപോലെയുള്ള നിരാശകളുടെയും വാക്കുകൾ ഉച്ചരിക്കാതിരിക്കാനും ഒരു മനുഷ്യന് സാധ്യമായാൽ അവനെ പോലെ ഒരു തൗഫീഖുള്ള മനുഷ്യൻ മറ്റൊരാളുമില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ബാധിച്ചത് അതാണ്. വിശുദ്ധ ഖുർആനിന്റെ 2 സ്ഥലങ്ങൾ, മഹാനവറുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഈ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച വചനങ്ങളാണ്. സൂറത്തുൽ അംബിയാ, അംബിയായിനെ സംബന്ധിച്ച് പറയുന്ന വിശദീകരിക്കുന്ന അധ്യായത്തിൽ 83, 84 ആയത്തുകളിലൂടെ വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം, തന്റെ രക്ഷിതാവിനോട് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അല്ലാഹുവേ നീ എന്നെ എന്തിന് കഷ്ടപ്പെടുത്തി എന്ന് മഹാനവറുകൾ ചോദിക്കുന്നില്ല. അല്ലാഹുവിനോട് അവസാനം മഹാനവറുകൾ പറയുന്നത് ഇത്രയേയുള്ളൂ, അന്നീ മസ്സനിയൽ ദുർറു, എനിക്ക് വിഷമം ബാധിച്ചിരിക്കുന്നു. നീ എന്നെ എന്തിന് വിഷമിപ്പിച്ചു എന്ന് ചോദിച്ചില്ല. എനിക്ക് വിഷമം ബാധിപ്പിച്ചത് എന്തേ റബ്ബേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചില്ല. അന്നീ മസ്സനിയൽ ദുർറ്, വളരെ വിനയത്തോടെ അല്ലാഹുവിനോട് പറയാണ്, അല്ലാ എനിക്ക് വിഷമം ബാധിച്ചിട്ടുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, നീയാണല്ലോ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്ന അർഹമുർ റഹീം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശക്തി നീ മാത്രമാണല്ലോ റബ്ബേ, എനിക്ക് വിഷമം ബാധിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ്. അതേ അവസരത്തിൽ സൂറത്തു സ്വാദിൽ അല്ലാഹു തആല അതിനെ സംബന്ധിച്ച് മറ്റൊരു രൂപത്തിലാണ് പറയുന്നത്, വദ്കുർ അബ്ദനാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയശ് ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. വദ്കുർ അബ്ദനാ അയ്യൂബ, നമ്മുടെ അടിമയായ നമ്മുടെ ദാസനായ അയ്യൂബിനെയും ഓർക്കൂ പ്രവാചകരെ. ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അന്നീ മസ്സനിയശ് ശൈത്താൻ, പിശാച് എനിക്ക് ബാധിച്ചിരിക്കുന്നു, പിശാച് എന്നെ സ്പർശിച്ചിരിക്കുന്നു റബ്ബേ. ബിനുസ്ബിൻ വഅദാബ്, ക്ഷീണവും അതുപോലെ തന്നെ പ്രയാസങ്ങളും ശിക്ഷകളുമായി കൊണ്ട് ശൈത്താൻ പിശാച് എന്നെ സ്പർശിച്ചിരിക്കുന്നു റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ വിളിക്ക് തന്നെ മഹാനവറുകൾക്ക് അവസാനം പരീക്ഷണത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഊതിക്കാച്ചിയ പൊന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ മഹാനവറുകളെ ഇങ്ങനെ, പൊന്നെന്തിനാണ് സുഹൃത്തുക്കളെ തീയിലിട്ടുകൊണ്ട് ഊതിക്കാച്ചുന്നത്? ആ പൊന്നിന്റെ തെളിമ കൂടുതൽ പ്രകടമാവാൻ, അതിലുള്ള അഴുക്കുകളും ചെളികളുമൊക്കെ, അതിലുള്ള വേണ്ടാത്ത കീടങ്ങളൊക്കെയും നശിച്ചു പോകാൻ, എന്നിട്ടതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു നല്ല സ്വർണമായി, നല്ല തങ്കമായി
പൂർണ്ണമായി പുറത്തു വരാനല്ലേ അതിങ്ങനെ ഊതിക്കാച്ചുന്നത് തീയിലിട്ടിട്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ എല്ലാ അർത്ഥത്തിലുമുള്ള പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലിട്ട് റബ്ബ് പരീക്ഷിച്ചപ്പോഴും ഒരു നിലക്കും നിരാശയുടെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ റബ്ബിനോട് ഇത് മാത്രം അവസാനം മഹാനവറുകൾ പറഞ്ഞു. ഫസ്തജബ്നാ ലഹു, അല്ലാഹു പറയാണ് നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളെ, അദ്ദേഹത്തിന് ബാധിച്ചിരുന്ന വിഷമങ്ങളെയൊക്കെ നാം നീക്കിക്കളഞ്ഞു. വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ നാം അദ്ദേഹത്തിന് നൽകി. വമിസ്ലഹും മഅഹും, അതിന്റെ കൂടെ അവരുടെ കൂടെ അത്ര കൂടി വേറെയും നൽകി. റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമെന്ന നിലക്ക്. വദിക്റാലിൽ ആബിദീൻ, ആരാധനാ നിമഗ്നരായി കഴിയുന്ന ആബിദീങ്ങൾക്കൊരു സ്മരണ എന്ന നിലക്കുമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് റബ്ബ് നൽകിയ കാരുണ്യങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ബാധിച്ച രോഗമെന്ന് പലരും പലയിടങ്ങളിലും പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പലരും അതിനെ സംബന്ധിച്ച് പലതും നിറം പിടിപ്പിക്കുന്ന നിലക്ക് എഴുതി വെച്ചവരുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിലേക്ക് അദ്ദേഹം ഒരു നബിയാണെന്ന നിലക്ക്, ആ നബിയുടെ വ്യക്തിത്വത്തിലേക്ക് ചേർത്ത് പറയാൻ കഴിയാത്ത നിലക്കുള്ള പല രോഗങ്ങൾക്കും അദ്ദേഹം അടിമപ്പെട്ടു എന്ന് അദ്ദേഹത്തിനുണ്ടായ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് ചിലരൊക്കെ എഴുതിവിട്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ചില തഫ്സീറുകളിലൊക്കെ ചിലരൊക്കെ പറഞ്ഞു, മഹാനായ അയ്യൂബ് നബിക്ക് രോഗമുണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ അരിച്ചു വളരാൻ തുടങ്ങി. ശരീരം മുഴുവനും നാവല്ലാത്ത ദിക്ർ ചൊല്ലുന്ന നാവും അല്ലാഹുവിനെ ഓർക്കുന്ന ഹാർട്ടും ഹൃദയവും മസ്തിഷ്കവുമല്ലാത്ത മറ്റെല്ലാ രംഗങ്ങളിലും മഹാനവറുകൾക്ക് മാരകമായ രോഗം പിടികൂടിയിട്ട് ദുർഗന്ധം സഹിക്കാതെയായി ആളുകളൊക്കെ അദ്ദേഹത്തെ വിട്ട് പുറത്തേക്കെറിഞ്ഞു. അങ്ങനെ വിശദീകരിച്ച സ്വീകരിക്കാൻ വകുപ്പില്ല. അതുപോലെ തന്നെ കാനദ്ദൂദു ഫീ ജസദിഹി കസീറാ, ബോഡി മുഴുവനും ഇങ്ങനെ പുഴുക്കൾ ഇങ്ങനെ വളരുന്നു. ആ പുഴുക്കൾ താഴേക്ക് വീഴുമ്പോൾ മഹാനവറുകൾ അതെടുത്ത് പിന്നെയും ശരീരത്തിലേക്ക് വെച്ചിരുന്നു പോലെയുള്ള നിറം പിടിപ്പിച്ച കഥകൾ ശരിയല്ല. അതുപോലെ തന്നെ വേറെ ചിലർ എഴുതി വെച്ചു, ഇന്നഹു ലമ്മാൻ തനത റായിഹതുഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ചീഞ്ഞളിഞ്ഞു പഴുത്ത് വ്രണമായിട്ട് ആ ബോഡിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം സഹിക്കവയ്യാതെ, അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം സഹിക്കവയ്യാതെ അദ്ദേഹത്തെ പിടിച്ചിട്ട് അതേ വേസ്റ്റ് ബോക്സ്, കച്ചറകൾ ഇടുന്ന കച്ചറക്കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് മഹാനവറുകളെ ഇരുത്തി. ആരും പിന്നെ അടുക്കാതെയായി. അങ്ങനെ ജനങ്ങൾക്ക് കാണണ്ട എന്ന നിലക്ക് അത്രയും വൃത്തികെട്ട നിലക്കുള്ള ദുർഗന്ധം കാരണത്താൽ വേസ്റ്റ് ബോക്സിൽ അഥവാ കച്ചറയിടുന്ന സ്ഥലത്ത് സുബാലത്തിൽ ആ മാലിന്യത്തിന്റെ കൂമ്പാരത്തിൽ കൊണ്ടുപോയിട്ട് ഇട്ടുകളഞ്ഞു എന്നവരെ എഴുതപ്പെട്ടിട്ടുള്ള ആ രൂപത്തിലുള്ള വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ നിന്ന് മുഴുവനും മാംസങ്ങൾ അങ്ങനെ അടർന്നു വീണിട്ട് എല്ലും ഞരമ്പുകളുമല്ലാത്ത മറ്റൊന്നും ബാക്കിയാവാത്ത നിലക്കുള്ള രോഗം ബാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഇവ അത്രയും അടിസ്ഥാനരഹിതങ്ങളാണ്. ഒരു നബിയെയും ജനങ്ങൾ മുഴുവനും വെറുക്കുന്നുവെങ്കിൽ, ദുർഗന്ധം സഹിക്കാതെ ഒരു നബിയിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോകുന്നുവെങ്കിൽ പിന്നെ ആ പ്രവാചകന് എന്താർത്ഥമാണുള്ളത്? ആ നിലക്ക് ജനങ്ങൾ തന്നിൽ നിന്ന് അകന്നു പോകുന്ന, ജനങ്ങൾ തന്നെ ഇട്ടേച്ചു പോകുന്ന ആ ദുർഗന്ധവും നാറ്റവും ഒന്നും വരുന്ന ഒരു രോഗവും ഒരു പ്രവാചകനും ഉണ്ടാവില്ല. മറിച്ച് പ്രവാചകന് രോഗമുണ്ടായി വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് അതുമാത്രമാണ്. കഠിനമായ നിലക്ക് മഹാനവറുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം കഠിനമായ നിലക്ക് പരീക്ഷിക്കപ്പെട്ടു, സാമ്പത്തിക രംഗത്ത് പരീക്ഷിക്കപ്പെട്ടു, ആ രോഗം കുറെ നീണ്ടു നിന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അല്ലാതെ ഇസ്രായേലി കെട്ടുകഥകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായതൊന്നും എവിടെ കണ്ടാലും അത് അംഗീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അതൊക്കെ ഇസ്രായേലി കഥകളിലും കെട്ടുകഥകളിലും ഒക്കെ വന്നിട്ടുള്ളത് പലരും അത് പകർത്തി എഴുതിയിട്ടുണ്ട്.
ഈ വിഷയത്തിൽ ഏറ്റവും നല്ല ഒരു അഭിപ്രായം പറഞ്ഞ മഹാനായ ഒരു പണ്ഡിതനാണ് അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ്. ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് മാലിക്കി പണ്ഡിതനാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ലം യസിഹൻ അയ്യൂബ് അലൈഹിസ്സലാം ഫീ അംരിഹി ഇല്ലാ മാ അഖ്ബറനല്ലാഹു അൻഹു ഫീ കിതാബിഹി ഫീ ആയതൈൻ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളതൊന്നും സഹീഹാണെന്ന് നമുക്ക് കരുതാനാവില്ല. അള്ളാഹു അവന്റെ കിതാബിൽ രണ്ടിടത്ത് പറഞ്ഞതല്ലാത്തതൊന്നും. അള്ളാഹുവിന്റെ കിതാബിൽ 2 സ്ഥലത്താണ് മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. പേര് വിശുദ്ധ ഖുർആൻ മൊത്തം നോക്കിയാൽ 4 സ്ഥലത്തുണ്ട്. നേരത്തെ പറഞ്ഞത് അയ്യൂബ് അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആൻ 4 സ്ഥലത്ത് പേര് പറഞ്ഞിട്ടുണ്ട്. ചരിത്രം പറഞ്ഞത് ഈ 2 സ്ഥലത്താണ്. ഈ 2 സ്ഥലത്ത് ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്ത് അംബിയാവ്, മറ്റൊന്ന് രണ്ടാമത് നിങ്ങളെ അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ് എന്ന് കേൾപ്പിച്ച സൂറത്തു സ്വാദിലെ 41 മുതൽക്കുള്ള 44 ഒക്കെ വചനങ്ങൾ. ഇങ്ങനെ 2 അംബിയാവ് സൂറത്തിലും സ്വാദ് സൂറത്തിലുമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഹാദല്ലദീ സഹഹൻ അയ്യൂബ് അലൈഹിസ്സലാം. ഇതാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സഹീഹായിട്ട് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നത്. എന്നാൽ അമ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരക്ഷരം പോലും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സഹീഹാണെന്ന് ഉറപ്പിച്ചു പറയാവുന്നത് വന്നിട്ടില്ല. ആകെ വന്നത് ഏത് മാത്രമാണ്? ഒരിക്കൽ അയ്യൂബ് നബി അലൈഹിസ്സലാം കുളിച്ചുകൊണ്ടിരിക്കെ ഒരു വലിയ വെട്ടുകിളിക്കൂട്ടം, സ്വർണത്താലുള്ള വെട്ടുകിളിയുടെ കൂട്ടം മഹാനവറുകളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു വീഴുന്നത് മഹാനവറുകൾ കണ്ടപ്പോൾ അതിങ്ങനെ വാരിക്കൂട്ടാൻ മഹാനവറുകൾ ഇങ്ങനെ ധൃതി കാണിച്ചു. അപ്പൊ അല്ലാഹു തആല ചോദിച്ചു, അയ്യൂബേ, ഇതൊക്കെ ഇതിന്റെ പരീക്ഷണങ്ങൾക്കൊക്കെ ശേഷം, അയ്യൂബേ, നിനക്ക് ഞാൻ സമ്പത്ത് ധാരാളം നൽകിയിട്ടില്ലേ? മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹ് നീ നൽകിയിട്ടുണ്ട്, പക്ഷേ ഹലാലായ നിലക്ക് നിന്റെ ബറക്കത്ത് കിട്ടുമ്പോ എനിക്കത് വേണ്ടെന്ന് പറയാൻ കഴിയൂല. അതാണ് സഹീഹുൽ ബുഖാരിയിൽ മഹാനവറുകളെ കുറിച്ച് വന്നത്. എന്നിട്ട് ഇത് രണ്ടും ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് പറയാണ്, വഇദാ ലം യസഹ് ഫീഹി ഖുർആനുൻ വലാ സുന്ന ഇല്ലാ മാ ദക്കർനാഹു. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പരിശോധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യമല്ലാത്തതൊന്നും ഉറപ്പിച്ചു പറയാവുന്ന നിലക്ക് നമുക്ക് സഹീഹായി വന്നിട്ടില്ല. പിന്നെ ആരാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഈ രൂപത്തിലുള്ള നിറം പിടിപ്പിച്ച കഥകളൊക്കെ എഴുതിവിടുന്നത്? ഇതൊക്കെ ഇസ്രായേലികളിൽ അഹ്ലി കിതാബുകാര്, വേദക്കാര് അവരുടേതായ ഗ്രന്ഥങ്ങളിൽ പലതും എഴുതിയിട്ടുണ്ടാകും. അതൊന്നും നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ സ്വീകാര്യമല്ല. അഹ്ലി കിതാബുകാര്, വേദക്കാര് അവരുടേതായ കൈകടത്തലുകൾക്ക് വിധേയമായ തൗറാത്ത്, ഇഞ്ചീൽ എന്ന് പറയുന്ന ബൈബിളുകളിൽ അവര് പലതും പലരെ കുറിച്ചും എഴുതി ചേർത്തിട്ടുണ്ട്. അതിനോട് മുസ്ലിം പണ്ഡിതന്മാർക്കുള്ള നിലപാടെന്താണെന്നോ, അതിൽ ഖുർആനുമായി യോജിക്കുന്നത് നമ്മൾ അംഗീകരിക്കും, ഖുർആനുമായി തീരെ യോജിക്കാത്തത് നമ്മൾ തള്ളിക്കളയും. അതേ അവസരത്തിൽ ഖുർആൻ മൗനം പാലിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരേതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നമ്മൾ തള്ളാനും പോകുന്നില്ല, കൊള്ളാനും പോകുന്നില്ല. ഇതാണ് അതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമികമായ നിലപാട്. അപ്പൊ ഇവിടെ ഇവർ എഴുതിവിട്ടതും അതുപോലെ തന്നെ പല ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതൊക്കെ ഒരു പ്രവാചകന്റെ വ്യക്തിത്വത്തിന് യോജിക്കാത്ത നിലക്കുള്ള എല്ലാവരും ഒഴിവാക്കി, മഹാനവറുകളെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ചില റിപ്പോർട്ടുകളിൽ റഫളഹുൽ ഖരീബു വൽ ബഈദു എന്ന് കാണാം. അടുത്തവരും അകന്നവരൊക്കെ പോയി. അതൊരു മനുഷ്യന് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അത് സ്വാഭാവിക, സുഹൃത്തുക്കളെ, അത് സ്വാഭാവികമാണ്. എടുത്ത് കുപ്പത്തൊട്ടി കൊണ്ടുപോയിട്ടൊന്നും അതിനർത്ഥമല്ല. മറിച്ച് ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അല്ലാഹു നമുക്കൊക്കെ ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വശം, എന്നൊന്നും ആരും നമ്മളെ നോക്കാനും വന്നു നോക്കാനൊന്നും ഉണ്ടാവില്ല. എത്ര സ്നേഹമുള്ള ജനക്കൂട്ടമാണെങ്കിലും രോഗം പിടിച്ച ആദ്യ നാളുകളിൽ സന്ദർശകരുടെ തിരക്കേറും. പെട്ടെന്നൊരു വാർത്ത കേട്ടു, ഇന്നത് സംഭവിച്ചിരിക്കുന്നു, ഇന്ന വ്യക്തിക്ക്, അയാളുടെ പരിചയത്തിലും ബന്ധത്തിലും സ്നേഹത്തിലും ആ വൃത്തത്തിലുമുള്ള ആളുകളുടെ ഒരു ഒഴുക്കായിരിക്കും അതിന്റെ ആദ്യ നാളുകളിൽ. കുറച്ചു കഴിഞ്ഞാൽ ആ ഒഴുക്ക് നിലക്കും, പിന്നെ ഒഴുക്കുണ്ടാവില്ല. കുറച്ചാൾക്കാരിങ്ങനെ പോണു വരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആ എണ്ണത്തിലും കമ്മി വരും. പിന്നെയും കഴിഞ്ഞാൽ കുടുംബങ്ങൾ മാത്രം ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞാൽ കുടുംബത്തിലെ തന്നെ അകന്ന ബന്ധുക്കളൊക്കെ വരവ് മാറ്റും.
കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അടുത്ത ബന്ധത്തിലുള്ള ആളുകളുടെ പോക്കും വരവും തന്നെയും കുറയും. പിന്നെ ഏറ്റവും അടുത്തൊരാള് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ബാപ്പയോ അല്ലെങ്കിൽ മകനോ അങ്ങനെ ആരെങ്കിലുമായിട്ട് ചുരുങ്ങും. പിന്നെ അവിടെ സന്ദർശകരൊന്നും ഉണ്ടാവില്ല. ആ ബാധിച്ച ആൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്തേ? അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കണം നമ്മൾ. ആ സമയത്താണ് സഹോദര നമ്മുടെ മനസ്സിൽ ക്ഷമകേട് പലപ്പോഴും വന്നു പോകും. നോക്കി നോക്കി തളർന്നു, പരിചരിച്ച് തളർന്നു, സഹായിച്ച് തളർന്നു, ശുശ്രൂഷിച്ച് തളർന്നു. ഇനി എപ്പോഴാ എന്നൊരു അടക്കം പറച്ചിൽ, ഇനി എപ്പോഴാ റബ്ബേ എന്നൊരു അടക്കം പറച്ചിൽ. കിടക്കുന്നുണ്ട്, കണ്ണു മിഴിക്കുന്നുണ്ട്, ഒന്നിനും കഴിയുന്നില്ല. മലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ പരസഹായമില്ലാതെ അനങ്ങാനാകുന്നില്ല. ചിലപ്പോ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കുന്നു, ഒന്നും അറിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. മൂക്കിലൂടെ ഫിറ്റ് ചെയ്തിട്ടുള്ള ട്യൂബിലൂടെ നൽകുന്ന ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത് പോകുന്നത് പോലും ആ മനുഷ്യൻ അറിയുന്നില്ല. അത് വൃത്തിയാക്കാൻ ആളില്ല. അങ്ങനത്തെ ഒരു കിടത്തം. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ തരരുതേ. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. വല്ലാത്തൊരു കാര്യമാണ് സുഹൃത്തുക്കളെ അത്. അവിടെയാണ് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് സഹിക്കവയ്യാതെ പലപ്പോഴും റബ്ബേ എന്തിനെന്നെ ഇങ്ങനെ കിടത്തുന്നു, എന്തിന് ഞാനിവിടെ വന്നു എന്നൊക്കെ പറയുന്ന നിലക്കുള്ള വർത്തമാനങ്ങൾ വന്നു പോകാറുള്ളത്. പടച്ച റബ്ബിനോട് ചോദിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളിൽ കാണാം, രോഗമൊന്നും വന്നില്ലെങ്കിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മിൻ അൻ ഉറദ്ദ, ഞാൻ തള്ളപ്പെടുന്നതിൽ നിന്ന്. ഇലാ അർദലിൽ ഉമർ, ആയുസ്സിന്റെ അങ്ങേ അറ്റത്തിലേക്ക് ഞാൻ തള്ളപ്പെടരുത് റബ്ബേ. ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ തള്ളപ്പെടരുതേ. പിന്നെ കരയാനും ചിരിക്കാനും ഒന്നിനും കഴിയാതെ ഒരൊറ്റ കിടപ്പ്. ആ കിടത്തത്തിൽ ആ ബോഡി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വാട്ടർ ബെഡ്, ഇങ്ങനെ സെക്കൻഡ് കണക്കിന് മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന, എയർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള പ്രത്യേക ബെഡ്. അതൊക്കെ എത്ര നാളാന്നറിയോ? അവസാനം വേണ്ടപ്പെട്ടവർ പോലും പരസ്പരം അടക്കം പറയും, എപ്പോഴാ അതൊന്ന് കഴിയാന്നറിയില്ല. അതെങ്ങാനും ഈ മനുഷ്യന് ബോധമുണ്ട്, അതൊന്ന് കേൾക്കുകൂടെ ചെയ്യേണ്ടി വന്നാലോ? റബ്ബേ, എന്താണ് എന്റെ അവസ്ഥ എന്ന് ചിന്തിക്കൂലേ? ആ ഒരു ഘട്ടത്തോളം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും ആ നബികളെ കുറിച്ച് അല്ലാഹു പറയുന്നത്, ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇന്നാ വജദ്നാഹു സാബിറാ, നാം അദ്ദേഹത്തെ നല്ല ക്ഷമാലുവായിട്ടാണ് കണ്ടത്. ഇന്നാ വജദ്നാഹു സാബിറാ, നാം അദ്ദേഹത്തെ വല്ലാത്ത ക്ഷമയുള്ള വ്യക്തിയായിട്ടാണ് കണ്ടത്. റബ്ബ് പറയാണ്. എന്നിട്ട് അല്ലാഹു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നോക്കൂ, നിഅമൽ അബ്ദ്. എത്ര നല്ല അടിമയാ അയ്യൂബ്, എത്ര നല്ല അടിമയാണ്. ഇന്നഹു അവ്വാബ്, ഇന്നഹു അവ്വാബ്. അപ്പോഴും എന്തെങ്കിലും എന്റെ അടുത്ത് പറ്റിയോ റബ്ബേ എന്ന് ചോദിച്ച് എന്നിലേക്ക് ഇങ്ങനെ ഖേദിച്ചു മടങ്ങി തൗബ ചെയ്യുന്ന, ഏറെ ഖേദിച്ചു പശ്ചാത്തപിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സുഹൃത്തുക്കളെ, മഹാനവറുകൾ ഒരു നിരാശയുടെയും ഒരു നന്ദികേടിന്റെയും വാക്ക് പറഞ്ഞില്ല. കാലങ്ങളോളം ആ പരീക്ഷണം നീണ്ടു നിന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണത്തിന് വിധേയനായി. നമ്മൾ മനസ്സിലാക്കണം, ക്ഷമകേടിന്റെ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ വിശദീകരിച്ചില്ലേ? എന്നാൽ നമ്മൾ നോക്കണം, ബൈബിളിൽ ഇയ്യോബിന്റെ പുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. നമ്മൾ അയ്യൂബ് അലൈഹിസ്സലാം എന്ന ആദരവോടുകൂടി പറയുന്ന ആ മഹാനായ നബിയെ അവർ ഇയ്യോബ് എന്ന് പരിചയപ്പെടുത്തുന്നു. ഇയ്യോബിന്റെ പുസ്തകം എന്ന പേരിൽ 1, 2, 3 അധ്യായങ്ങളിലായി പരന്നു കിടക്കുന്ന ആ പുസ്തകങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങളുടെ ആശയങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ 3-ാമത്തെയൊക്കെ അധ്യായങ്ങളിലേക്ക് കടന്നു നോക്കിയാൽ അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞതിനെ ചോദ്യം ചെയ്യുന്ന നിലക്ക് നേരെ ഘടകവിരുദ്ധമായ പരാമർശങ്ങളാണ് ബൈബിളിൽ നിറഞ്ഞു കിടക്കുന്നത്. ആ പറയുന്ന ഇയ്യോബിന്റെ പുസ്തകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന
അവര് വിശുദ്ധ വേദം എന്നും ഇയ്യോബിന്റെ വാചകങ്ങളെന്നും ദൈവിക വചനമെന്നും ഒക്കെ അവകാശപ്പെടുന്നതിൽ അള്ളാഹു പറഞ്ഞതിന് ശക്തമായ നിലക്കുള്ള നേരെ വിപരീതമായ കാര്യങ്ങളും കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഇത്രയൊക്കെ ക്ഷമയോടെ, ഇത്രയൊക്കെ നന്ദിയോടെ ജീവിച്ച അയ്യൂബ് അലൈഹിസ്സലാമിനെ കുറിച്ച് ബൈബിളിൽ ഒരു ഭക്തന്മാർക്ക് മാതൃകയായിട്ടോ സച്ചരിതരായ നല്ലവരായ ആളുകൾക്ക് മാതൃകായോഗ്യനായ ഒരു നബിയായിട്ടോ അല്ല അവര് പരിചയപ്പെടുത്തുന്നത്. മറിച്ച് ഇതൊക്കെ ഉണ്ടായപ്പോ അയ്യൂബ് നബിയെ കുറിച്ച് അവർ പറയുന്നത് ദൈവത്തിനെതിരെയുള്ള ആവലാദികളുടെയും സ്വന്തം ദുരിതത്തെ ചൊല്ലിയുള്ള നിരന്തര വിലാപവും പറഞ്ഞ ഒരാളായിട്ടാണ്. നിരന്തരമായി അള്ളാഹു അങ്ങനെ ആക്ഷേപിച്ചു. അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പല പ്രാവശ്യം ഈ വാക്യങ്ങൾ ഉതിർന്നു വീണു എന്നാണ് അവർ പറയുന്നത്. എന്ത്? ഞാൻ ജനിച്ച ദിവസം നശിക്കട്ടെ. അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം നശിക്കട്ടെ. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ചും മരിക്കാതെ പോയതെന്ത്? എന്തിനാ എന്റെ തള്ള എന്നെ പ്രസവിച്ചത്? ആ ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങ് മരിക്കാത്തത് എന്തേ? എന്നാ ഞാൻ ഇങ്ങനെ അനുഭവിക്കണോ എന്ന് പറഞ്ഞു. ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നത് എന്ത് എന്ന് ഇയ്യോബ് വിലപിച്ചിട്ടുണ്ടായിരുന്നു. ഉദരത്തിൽ നിന്നും മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിക്കണ നേരത്തെങ്കിലും ഞങ്ങൾക്കാണ് മരിച്ചാൽ മതി എന്നില്ലേ? എന്തിനാ എന്നെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? പിന്നെ ആവലാദികൾ. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, അവയുടെ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു, ദൈവത്തിന്റെ ഘോരത്വങ്ങൾ എന്റെ നേരെ അണിനിരന്നിരിക്കുന്നു. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നത് എന്ത്? എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിപ്പിക്കാതെയും ഇരിക്കുന്നതെന്ത്? ഇതിങ്ങനെ അള്ളാഹുവിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നെ. എന്താ നീ ഇന്നെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ ചോദിച്ച ഒരാളായിട്ടാണ് ബൈബിളിലെ ഇയ്യോബിന്റെ പുസ്തകം ആരെ പരിചയപ്പെടുത്തുന്നത്? ഇയ്യോബ് എന്നവര് പറയുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന മുസ്ലിമീങ്ങൾ ആദരവോടെ പറയുന്ന മഹാനായ പ്രവാചകനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. മാത്രല്ല, അദ്ദേഹത്തിന്റെ ഈ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ ഉപദേശിക്കാൻ വേണ്ടി, ആശ്വസിപ്പിക്കാൻ വേണ്ടി 2-3 സ്നേഹിതന്മാർ വന്നപ്പോ ആശ്വാസത്തിന്റെ വാക്കുകളിലേക്ക് അദ്ദേഹം തെല്ലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് അവർ നൽകിയ ആശ്വാസ വചനങ്ങൾക്ക് മറുപടി നൽകുമ്പോ ഇടക്കിട അള്ളാഹനെ ആക്ഷേപിക്കുന്ന വർത്താനങ്ങളാ പറയുന്നത്. അള്ളാന്റെ ഈ പ്രവൃത്തിയിൽ ഒരു നീതിയില്ല, ഒരു യുക്തിയില്ല, ഒരു നന്മയില്ല. തന്നെ പോലെയുള്ള ഒരു ഭക്തനോട് അള്ളങ്ങനെ കാണിച്ചല്ലോ, എന്തുമാത്രം അക്രമാണ് അള്ളന്നോട് ചെയ്തത് എന്നൊക്കെ ഈ ഉപദേശിക്കാമെന്നവരോട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആലോചിച്ചു നോക്കണം. ദുഷ്ടന്മാരെ അനുഗ്രഹിക്കുകയും ശിഷ്ടന്മാരെ ശപിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ നിലപാട് എന്തേ ഇങ്ങനെ? എന്തേ അല്ലാ നീ ഇങ്ങനെ ദുഷ്ടന്മാരെയൊക്കെ ഇങ്ങനെ സുഖിപ്പിക്കുകയും നല്ലവരെയൊക്കെ നീ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതെന്ത് എന്ന് പറഞ്ഞു വിമർശിക്കുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ അതിൽ കാണാൻ സാധിക്കും. മാത്രല്ല, താൻ ചെയ്തിട്ടുള്ള ഓരോ സുഹൃതങ്ങളും നന്മകളും ഓരോന്നായി എടുത്തു പറഞ്ഞ് പിന്നെ അതിനൊക്കെ പകരം എനിക്ക് അള്ള തന്നത് ഈ ദുരിതങ്ങളാണ് എന്ന് വിലപിക്കുന്ന രംഗങ്ങളാണ് അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. മാത്രല്ല ദൈവത്തിന് വല്ല മറുപടിയും പറയാനുണ്ടെങ്കിൽ എന്തൊരു കുറ്റത്തിന് പ്രതികാരമായിട്ടാണ് എന്നോട് ഇപ്രകാരം ചെയ്യുന്നതെന്ന് പറഞ്ഞു തരട്ടെ എന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്ന അയ്യോബ്. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? സ്നേഹിതന്മാർ അവസാനം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യമല്ലാന്ന് തീരുമാനിക്കുന്നിടത്തോളം അള്ളാഹ്ക്കെതിരിലുള്ള അയ്യോബിന്റെ ആക്ഷേപം കവിഞ്ഞുപോയി. അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെച്ചിട്ട് അവരിട്ട് പോയി. മനസ്സിലാക്കണം, ഈ കെട്ടുകഥകള് ബൈബിളില് വിശുദ്ധ പുസ്തകം എന്ന് പറയുന്ന പുസ്തകങ്ങളില് എഴുതി ചേർത്തിട്ടുള്ള കള്ളക്കഥകളാണ് ഇതൊക്കെ. മാത്രല്ല, ആ സമയത്ത് ഒരു 4-ാമൻ മൗനം ദീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ വരെ ഇടപെട്ടു എന്നാണ്. അയാൾ ഇടപെട്ടിട്ട് ഇയ്യോബിനെ ശാന്തനാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എന്ത്? അതൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട. ഈ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും എന്നോട് അനീതിയെ അള്ളാഹ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം പല രൂപത്തിലും പിന്നെ എന്തൊക്കെയോ അള്ളാന്റെ അടുക്കെന്നുള്ള ശിക്ഷ ഭയന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം കൊണ്ടോ ഒന്നുമില്ല, ക്ഷമ ഉണ്ടായിട്ടോ നന്ദി ഉണ്ടായിട്ടോ ഉറച്ച തവക്കുലും സഹനം ഉണ്ടായിട്ടോ ഒന്നുമല്ല, അവസാനം അള്ളാന്റെ കോപം ഭയന്നിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാ എനിക്ക് പുറത്തു തരണേ. അതാ ക്ഷമ ഉണ്ടായിട്ടോ തവക്കുലുണ്ടായിട്ടോ ഉറച്ച ഈമാൻ ഉണ്ടായിട്ടോ ഒന്നും പറഞ്ഞതല്ല.
അദ്ദേഹത്തിന്റെ ദുരിതങ്ങൾ അകറ്റുകയും മുമ്പുണ്ടായിരുന്നതെല്ലാം അദ്ദേഹത്തിന് തിരികെ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ പുസ്തകം സ്വയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ദൈവികല്ല, ഉറപ്പാണ്. ഇതൊക്കെ കടത്തിക്കൂട്ടിയിട്ട് വിശുദ്ധ പുസ്തകം എന്ന പേരിൽ, ബൈബിൾ എന്ന പേരിൽ ഇങ്ങനെ ലോകത്തിതാ ഏറ്റവും സമാധാനത്തിന്റെ ഈ സന്ദേശം ഇതാണെന്ന് മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിൽ പോലും കറ്റുകെട്ടിയ നുണകൾ നിറച്ചുണ്ടാക്കിയിട്ടുള്ള വേദപുസ്തകങ്ങളാണ്. വിശുദ്ധ വേദ പുസ്തകങ്ങൾ എന്ന നിലക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഇന്നും സ്നേഹത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ ഗ്രന്ഥമിത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്തിന് സമാധാനവും നല്ലവരെ കുറിച്ച് ഒരക്ഷരം തെറ്റു പറയാതെ മുഴുവൻ ലോകത്തിനും എല്ലാ അർത്ഥത്തിലും മാതൃകയായിക്കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാവുന്ന ഒരൊറ്റ വേദഗ്രന്ഥമേയുള്ളൂ. വേദഗ്രന്ഥങ്ങളില്ല, ഒരൊറ്റ വേദഗ്രന്ഥമേയുള്ളൂ. അത് വിശുദ്ധ ഖുർആൻ മാത്രമാണെന്നാണ് മുസ്ലിം വിശ്വസിക്കുന്നത്, വിശ്വസിക്കേണ്ടത്. യാതൊരു സംശയവുമില്ല. ആരും തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ വേദപുസ്തകങ്ങളിലും ഉണ്ട്, ഒക്കെ നല്ല തന്നെയാണ്. ഇല്ല, വേദപുസ്തകങ്ങളില്ല. വേദപുസ്തകമില്ല, ഒറ്റൊന്നേ ഉള്ളൂ. വേദപുസ്തകം ഒന്നേ, മറ്റതൊക്കെ മനുഷ്യകരങ്ങളാൽ എഴുതി ഉണ്ടാക്കിയ തെമ്മാടിത്തങ്ങളാണ്. ഖുർആനോട് യോജിക്കുന്നതുണ്ട്, നമ്മൾ അംഗീകരിക്കും. ഖുർആനോട് യോജിക്കാത്തതുണ്ട്, തള്ളിക്കളയും. ഖുർആൻ പറഞ്ഞിട്ടില്ലാത്ത, ഖുർആന്റെ ആശയങ്ങളോട് വിയോജിക്കുന്നില്ല, ആ നിലക്കുള്ള ചില കാര്യങ്ങളൊക്കെ അതിലുണ്ടോ, തള്ളാനും പോകുന്നില്ല, കൊള്ളാനും പോകുന്നില്ല. അതിനപ്പുറം ഒരു പരിശുദ്ധിയും ആ ഗ്രന്ഥങ്ങൾക്ക് ഇല്ല. ദൈവികമല്ല, അത് അസ്തമിച്ചുപോയി. നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി കൊണ്ട് ഉണർത്തുകയാണ്. ഇവിടെ സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകനെ കഷ്ടത ബാധിച്ചിരിക്കുന്നു എന്ന് റബ്ബിനോട് മഹാനവറുകൾ പ്രാർത്ഥിക്കുകയും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുന്നു. ഉത്തരം കൊടുത്ത രൂപത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദിൽ പറയുന്ന ഭാഗം, ഉർകുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ് ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب. അല്ലാഹു തആല അദ്ദേഹത്തിന് മഹാനവറുകളോട് ഒരു പ്രത്യേകമായ നിർദ്ദേശം നൽകുകയാണ്. അദ്ദേഹം തന്റെ ഭാര്യയുടെ കൂടെ ആ രോഗാവസ്ഥയിൽ ഇങ്ങനെ പുറത്തേക്ക് ആവശ്യ നിർവഹണത്തിന് വേണ്ടി, മലമൂത്ര വിസർജനത്തിനൊക്കെ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഭാര്യയുടെ സഹായത്തോടുകൂടി അവര് പുറത്തു പോകാറുണ്ട്. ഒരു ദിവസം അങ്ങനെ ഭാര്യയുടെ കൂടെ പോയി. അവരങ്ങനെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരത്ത് ഭാര്യ അങ്ങോട്ട് എല്ലാറാണ് പതിവുള്ളത്. ഒരു ദിവസം അവര് അങ്ങോട്ട് എത്താൻ വൈകി എന്ന് പറയപ്പെടുന്നു. ആ നേരത്ത് മഹാനായ റബ്ബ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വഴി കൊടുക്കുന്നു. അനിർഖുദ് ബിരിജ്ലിക, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് നീ നിലത്തൊന്ന് കൊട്ടുക. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഉത്തരം കൊടുക്കുകയാണ്. കാലുകൊണ്ട് നിലത്തൊന്ന് അടിക്കാൻ പറഞ്ഞു. ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്, ഇതാ നല്ല തണുപ്പുള്ള സ്നാനജലം, തണുപ്പുള്ള കുളിക്കാൻ പറ്റുന്ന വെള്ളവും, വശറാബ് കുടിക്കാൻ പറ്റുന്ന വെള്ളവും ഇതാ പുറത്തു വരുന്നു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകുന്ന പ്രത്യേകമായ ഒരു അത്ഭുതമാണത്. മഹാനവറുകളോട് പറയുന്നു, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് നീ നിലത്തൊന്ന് കൊട്ടുക. കാലുകൊണ്ട് നിലത്തൊന്ന് അടിക്കാൻ പറയുമ്പോൾ അവിടെ നിന്നൊരു അരുവി പൊട്ടി ഒഴുകുകയാണ്. ആ അരുവിയിലെ വെള്ളം നല്ല തണുത്ത വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് കുളിച്ചോ അയ്യൂബേ, നീ അതിൽ നിന്ന് കുടിച്ചോളൂ അയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാം ആ തണുത്ത വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നു, ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നു. പരിപൂർണമായ ശിഫ അല്ലാഹു നൽകുന്നു. മുമ്പൊരു രോഗവും ബാധിച്ചിട്ടില്ലാത്ത നിലക്ക് അതീവ സുന്ദരനും ആരോഗ്യമുള്ള വ്യക്തിത്വമായിട്ട് ആ വെള്ളത്തിൽ നിന്ന് കുളിക്കലും കുടിക്കലും കഴിഞ്ഞപ്പോഴേക്ക് നിശേഷം മാറ്റം വന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം മടക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു വിചാരിച്ചു കഴിഞ്ഞാൽ വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. ശിഫ നൽകാൻ അല്ലാഹുവിനല്ലാതെ കഴിയൂല.
അതുകൊണ്ട് ആ രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് യശ്ഫി അൻത ശാഫി, നീ മാത്രമാണ് സുഖപ്പെടുത്തുന്നവൻ, ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നീ ശമനം നൽകിയാലല്ലാതെ ഒരു ശമനം വേറെ എവിടെയൊന്നും കിട്ടുകയില്ല. ആ നിലക്കുള്ള ശിഫാഅൻ ലാ യുഗാദിറു സഖമ, ഒരു വേദനയും അവശേഷിക്കാത്ത നിലക്കുള്ള ശിഫ, സമ്പൂർണ്ണ ശിഫ നീ നൽകണേ അല്ലാഹ് എന്ന് രോഗിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാവുന്ന രോഗിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയേണ്ടുന്ന പ്രാർത്ഥനയിൽ കാണാം ഷാഫി അല്ലാഹു മാത്രമാണ്. അല്ലാഹു ഈ പരീക്ഷണത്തിലൊക്കെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഒരു പതർച്ചയുമില്ലാതെ, കൊല്ലങ്ങളാണ് ഇതൊക്കെ, കൊല്ലങ്ങൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് അല്ലാഹു ശിഫ നൽകിയെന്ന് മാത്രമല്ല, وَوَهَبْنَا لَهُ أَهْلَهُ وَمِثْلَهُم مَّعَهُمْ رَحْمَةً مِّنَّا وَذِكْرَىٰ لِأُولِي الْأَلْبَابِ. അംബിയായിൽ അങ്ങനെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ നാം നൽകി. ഇഷ്ടപ്പെട്ടവര് പിന്നെയും അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടാവുകയാണ്. നല്ലവരായ ചുറുചുറുക്കുള്ള നല്ല മക്കൾ പിന്നെയും ഉണ്ടാകുന്നു. കുടുംബത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകുന്നു. ധനം മുഴുവനും തിരിച്ചു വരുന്നു. വലിയ സമ്പന്നനാകുന്നു. എല്ലാ അർത്ഥത്തിലും മഹാനവറുകൾ മുമ്പുള്ളതിനേക്കാൾ വലിയ ധനാഢ്യനായി മാറുന്നു. റഹ്മത്തം മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യം എന്ന നിലക്ക് വദിക്റാ ലിഉലിൽ അൽബാബ്, നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു സ്മരണയുമാണ് അയ്യൂബിന്റെ ചരിത്രം. ബുദ്ധിയുള്ള ആളുകൾക്ക് വളരെ വല്ലാത്ത ചരിത്രമുണ്ട്. ആ ക്ഷമയിലൊക്കെ പിടിച്ചു നിൽക്കാതെ പോയ ദുന്യാവും പോയി ആഖിറവും പോയില്ലേ. അതേ അവസരത്തിൽ ക്ഷമിച്ച് അള്ളാഹ്ക്കൊരു തീരുമാനം എൻ്റെ കാര്യത്തിലുണ്ടാവും. സന്തോഷം, റബ്ബേ എനിക്കതിന് അങ്ങനെ ആവുമ്പോൾ അതിന് കൂലി ഇങ്ങനെ കിട്ടുകയാണ്. അങ്ങനെ ഒരു വലിയ പരീക്ഷണത്തിൽ സഹിച്ച് ആ ക്ഷമയുടെ അവസാനം എന്താണ്? റബ്ബ് ശിഫ നൽകുന്നു, ആരോഗ്യം നൽകുന്നു, സമ്പത്ത് നൽകുന്നു, കുടുംബ ഭദ്രത നൽകുന്നു. എല്ലാ അർത്ഥത്തിലും മഹാനവറുകളിൽ നിന്ന് മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും മഹാനവറുകളിലേക്ക് റബ്ബങ്ങ് മടക്കി കൊടുക്കുന്നു. തീർന്നില്ല. പിന്നീട് മഹാനവറുകളുടെ ജീവിതത്തിൽ ആ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സത്യം ചെയ്തിരുന്നു പോലും. വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നു, അദ്ദേഹം ഒരാളെ 100 അടി ഞാൻ അടിക്കുക തന്നെ ചെയ്യുമെന്ന് ശപഥം ചെയ്തിരുന്നു. ഒരാളെ ഞാൻ 100 അടി അടിക്കുന്നു ശപഥം ചെയ്തിരുന്നു. എന്താ കാരണം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല, ഹദീസിലുമില്ല. ഏതർത്ഥത്തിലാണ്, ആരോടാ പറഞ്ഞതൊന്നുമില്ല. ഭാര്യയോടാണ് എന്ന് ചില റിപ്പോർട്ടുണ്ട്, ഉറപ്പിക്കാൻ പറ്റൂല. സ്വന്തം ഭാര്യയെ 100 അടി അടിക്കുന്നാണ് പറഞ്ഞതെന്നൊക്കെ ചിലർ പറഞ്ഞു കാണുന്നു. ഹദീസിൽ ഖുർആനിലോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ആരെയോ എന്തിനോ എന്നത് വിഷയമല്ല. അത് വിഷയമാണെങ്കിൽ അല്ലാഹ് പറഞ്ഞു തരും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെങ്കിൽ അല്ലാഹ് അത് പറഞ്ഞിരിക്കും. നമ്മൾ അതിൽ നിന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മഹാനവറുകൾ അങ്ങനെ ഒരു സത്യം ചെയ്തിരുന്നു, ഞാൻ 100 അടി അടിക്കും. ഇനിയിപ്പോ ആ കൽപ്പന നിറവേറ്റണ്ടേ? ഇസ്ലാമിൽ ഒരു കാര്യം, ഒരു സത്യം ചെയ്താൽ ആ സത്യം പിന്നെ നിറവേറ്റേണ്ടതില്ല എന്നൊരു ഘട്ടത്തിൽ ഒരാൾ എത്തുകയാണെങ്കിൽ അതിന് ഇസ്ലാം പ്രായശ്ചിത്തം നിശ്ചയിച്ചിട്ടുണ്ട്. കഫാറത്ത് എന്നാണ് അതിന് പറയാ. അത് ചെയ്യണ്ട, ആ സത്യത്തിൽ പറഞ്ഞ കാര്യം ചെയ്യണ്ട, അതിന് പകരം പ്രായശ്ചിത്തം ചെയ്താൽ മതി. പക്ഷേ ആ നിയമം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഉണ്ടായിരുന്നെങ്കിൽ ആ പകരം ചെയ്യേണ്ട പ്രായശ്ചിത്തമായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? പ്രായശ്ചിത്തം ഏതായാലും പറഞ്ഞു പോയില്ലേ, സത്യം ഏതായാലും ചെയ്തു പോയില്ലേ, ഇനി ആ ശപഥം ലംഘിക്കാൻ പാടില്ല, അത് നടപ്പിലാക്കണം. അതിനെന്ത് വേണം? അതായത് അദ്ദേഹം 100 അടി അടിക്കാമെന്ന് പറഞ്ഞയാളാ വാസ്തവത്തിൽ ആ അടിക്ക് യോഗ്യനല്ല. എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയില്ലേ, ഇനി എന്ത് ചെയ്യണം? അല്ലാഹ് കൽപ്പിക്കുന്നു, അയ്യൂബേ വഖുദ് ബിയദിക ദിർസാ, നിന്റെ കൈ കൊണ്ട് നീ ഒരു പുൽക്കറ്റയെടുക്കുക. 100 ചുള്ളിത്തണ്ടുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ, 100 ചുള്ളിത്തണ്ടുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള 100 കമ്പുകളാലുള്ള ഒരു ചുള്ളിത്തണ്ട്, ആ ഒരു നിലക്കുള്ള ഒരു പുൽക്കറ്റ നീ കയ്യിലെടുക്കുക. എന്നിട്ട് ഫദ്രിബ്ബിഹി, അതുകൊണ്ട് നീ ആരുടെ മേൽ ശപഥം ചെയ്തിട്ടുണ്ടോ അയാളെ നീ ഒരൊറ്റയടി അടിക്കണം. വലാ തഹ്നസ്, നീ ശപഥം ലംഘിക്കേണ്ടതില്ല. 100 ചുള്ളിത്തണ്ടുള്ള ഒരു കെട്ടുകൊണ്ട് ഒറ്റടി അടിച്ചാൽ മതി. അപ്പൊ 100 അടി അടിച്ച പോലെയായി. ഇനിയിപ്പോ അതൊന്ന് തൽക്കാലം ഒഴിവാകാൻ അതേ വഴിയുള്ളൂ.
വേറെ പ്രായശ്ചിത്തൊന്നും നിയമമാക്കിയിട്ടില്ല ആ കാലത്ത്. അങ്ങനെ മഹാനവറുകൾ ഒരു 100 ചുള്ളിത്തണ്ടുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു പുൽക്കറ്റ അതെടുത്ത് ഇയാളെ അടിച്ചു. ആ ശപഥം നിറവേറ്റി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത്. ആരെയാണ് അങ്ങനെ ചെയ്തത്, എന്ത് കാരണത്താലായിരുന്നു, വിശുദ്ധ ഖുർആനോ ഹദീസുകളോ പറയാത്തിടത്തോളം നമുക്ക് പറയാൻ നിവൃത്തിയൊന്നുമില്ല. എന്തായിരുന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഒരാളൊരു സത്യം ചെയ്തു കഴിഞ്ഞ് ആ സത്യം പാലിക്കേണ്ടതില്ലാത്ത നിലക്ക് അയാൾക്ക് പിന്നീട് അത് ബോധ്യമായി കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ ഹലഫ്തു അലാ ശൈഇൻ വവജദ്തു ഗൈറഹാ ഖൈറൻ മിൻഹാ ഇല്ലാ കഫർതു അൻ യമീനി വഅതൈതു അല്ലദീ ഹുവ ഖൈർ. ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനൊരു കാര്യത്തെക്കുറിച്ച് സത്യം ചെയ്തിട്ട് ആ സത്യം ചെയ്ത കാര്യം പിന്നെ ശരിയായിരുന്നില്ല, അതായിരുന്നില്ല ഖൈർ, അതിനേക്കാൾ മറ്റൊന്നായിരുന്നു ഖൈർ എന്നെനിക്ക് ബോധ്യമായാൽ ഞാൻ എന്തു ചെയ്യും? ആ സത്യത്തിൽ നിന്ന് പിന്മാറുമ്പോ സത്യത്തിൽ നിന്ന് പിന്മാറുമ്പോ ചില പ്രായശ്ചിത്തം ചെയ്യാൻ, ആ കഫാറത്ത് അതിനെ ഞാൻ നിർവഹിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ എടുത്ത തീരുമാനത്തെക്കാൾ ഏതായിരുന്നുവോ ഖൈർ, ആ ഖൈർ പിന്നീട് ഞാൻ നടപ്പിൽ വരുത്തുകയും ചെയ്യാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ നിയമം ഏതായാലും അയ്യൂബ് നബിയുടെ കാലത്ത് ഇല്ല, ഉണ്ടെങ്കിൽ അതായിരുന്നു അദ്ദേഹം ചെയ്യുക. ഇവിടെ അല്ലാഹു തആല നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ എന്താണ്? ഈ ശപഥം നിറവേറ്റേണ്ടതുണ്ട്, വേറെ നിവൃത്തിയൊന്നുമില്ല. എന്നാൽ ആ ആൾക്ക് 100 അടി കിട്ടാൻ യോഗ്യനുമല്ല. അതുകൊണ്ട് ഈ 100 ചുള്ളിത്തണ്ടുള്ള ഒരു കറ്റയെടുത്ത് ഒറ്റയടി അടിച്ചുകൊണ്ട് ആ ബാധ്യതയില്ലെന്ന് ഒഴിവാവുക പ്രവാചകരെ എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം അല്ലാഹു പറയണ മഹാനവറുകളെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതാണ്, ഇന്നാ വജദ്നാഹു സാബിറാ, നാം അദ്ദേഹത്തെ അങ്ങേറ്റം ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലാണ് കണ്ടത്. നിഅമൽ അബ്ദ്, എത്ര നല്ല അടിമയാണ് അയ്യൂബ്. ഇന്നഹു അവ്വാബ്, അദ്ദേഹം ഏറെ പശ്ചാത്തപിച്ചു മടങ്ങുന്ന വ്യക്തിത്വമായിരുന്നു. ഇതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരീക്ഷണത്തിൽ സഹിച്ച ഒരു രംഗത്ത് സഹനം, ക്ഷമ, അതിന്റെ ഒരു പര്യായമായിട്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം അറിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും നല്ല നിലക്ക് മുസ്ലിമായിട്ട് അങ്ങ് ഈമാനോടെ മരിച്ചു പോകാൻ കഴിയണം. അപ്പോ താങ്ങാനാവാത്തത് തരരുതേന്നും പറയണം, തന്ന റബ്ബേ സഹനം കോരിച്ചൊരിഞ്ഞ് തരണേന്നും പറയണം. റബ്ബനാ അഫ്രിഖ് അലൈനാ സബ്റ, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണേ, പാദങ്ങൾ ഉറപ്പിച്ച് നിർത്തണേ. അതുപോലെ തന്നെ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിക്കണേ, നല്ലവരുടെ കൂടെ ചേർക്കണേ. ഇതൊക്കെ നിരന്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ വരണം. എപ്പോഴാണ് എന്താണ് സംഭവിക്കാനൊന്നും അറിയൂല. നിരന്തരം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ഇന്നവൻ നാളെ നീ എന്ന നിലക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടല്ലോ, ധാരാളം കാണിച്ചു തരുന്നുണ്ട്. അവിടെയൊക്കെ പടച്ചവനോട്, റബ്ബിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അവനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. നല്ല തഖ്വയും ഈ ലോകത്തു നിന്ന് വിട പറയുന്നത് വരെയും ആ മരിക്കുന്ന സെക്കൻഡ് വരേക്കും നല്ല ഉറച്ച ഈമാൻ ഇങ്ങനെ കത്തി നിൽക്കാൻ വേണ്ടി അള്ളാഹിനോട് തേടുക. അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ പ്രവാചകന്മാർ, ഏറെ സഹിച്ചവർ, മാതൃകാ യോഗ്യർ, അവരെയൊക്കെ പഴിച്ച് സംസാരിക്കുന്ന ആളുകൾ ആര് തന്നെയായിരുന്നാലും ഒരിക്കലും മാപ്പർഹിക്കാത്തവരാണ്. അതുകൊണ്ട് ആ നല്ല നല്ല വ്യക്തിത്വങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുക, പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ശേഷമുള്ള മറ്റു പ്രവാചകന്മാരിലേക്ക് നമുക്ക് നീങ്ങാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ആ അർത്ഥത്തിൽ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹനെ മറന്നുകൊണ്ടുള്ള സന്തോഷങ്ങളും അല്ലാഹനെ മറന്നുകൊണ്ട് കിട്ടിയതിലുള്ള നെകളിപ്പും ആഹ്ലാദവും എല്ലാം അസ്തമിച്ചു പോകുന്നു. നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കണം, ഈ നെകളിപ്പും സന്തോഷവും അഹങ്കാരവും ആഹ്ലാദമൊന്നും സ്ഥായിയല്ല. ഇതിനൊക്കെ ഒരു അവസാനം വരും. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല സൂക്ഷ്മതയുള്ള ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട് ലോകത്തും വിജയം വരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ജീവിത പരീക്ഷണങ്ങളിൽ പതറാതെ ഈമാനോടെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടെയുള്ള ഒരു അന്ത്യം അള്ളാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.